ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുരമാണ്. പപ്പായ കൊണ്ടുള്ള ഒരു ഹൽവയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കില പപ്പായ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ കഷ്ണങ്ങളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. പപ്പായ ഞാനിവിടെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി പാനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. ഈ ഹൽവയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഇതിലോട്ട് ഞാനൊരു 2 ഏലക്ക ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പപ്പായയുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതി. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പശു നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഹൽവയിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ഈ കപ്പിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 1/2 കപ്പ് പശുവിൻ പാലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ കോൺഫ്ലവറിൻ്റെ കൂട്ട് ഇതിലോട്ട് ഇനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഹലുവ ഇപ്പോൾ ഏകദേശം ഒന്ന് പാകമായിട്ട് വരുന്നുണ്ട്. നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് സമയം ഇളക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് ഇപ്പം പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് നെയ്മയം പുരട്ടി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഹലുവയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയാണ് വെളുത്ത എള്ള് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ നെയ്മയം പുരട്ടിയ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ അരക്കിലോ പപ്പായയിൽ നിന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ച് അളവ് കൂട്ടിയെടുത്താൽ മതി. പപ്പായയുടെ കുറച്ച് നുറുക്കിയ അണ്ടിപ്പരിപ്പ് നമുക്കിതിൻ്റെ മുകളിലും ഒന്ന് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹലുവയാണിത്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇതുണ്ട്, നല്ല സോഫ്റ്റാണിത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.